ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു നൈറ്റ് വെയറിൻ്റെ ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മോള് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ചെയ്യാമോ എന്ന്. എൻ്റെ മിക്ക എന്താ പറയുക യൂട്യൂബ് വീഡിയോസിലും റീസെൻ്റ്ലി കമൻറ്റ് ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പം ആ ഒരു പേഴ്സൺ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. കാര്യം എനിക്ക് ഇങ്ങനത്തുള്ള മെസ്സേജസൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് തന്നെ ചുരുക്കം ചില ടൈമിലാണ്. കാര്യം എൻ്റെ വീഡിയോസ് അങ്ങനെ അത്രയും റീച്ചബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല ഞാൻ. അങ്ങനെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ റീസെൻ്റ്ലി. അപ്പം ആ ഒരു ഇതുകൊണ്ട് തന്നെ നിങ്ങളിടുന്ന മെസ്സേജസ് ആയിക്കോട്ടെ, നിങ്ങളിടുന്ന കമൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇട്ടിരുന്ന ഷോർട്സിൽ ഞാൻ കുറച്ച് നൈറ്റ് വെയേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, അതായത് ഞാൻ ആ ടൈമിൽ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, ജസ്റ്റ് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. ഇന്ന് ആ കാര്യം, അതായത് നമ്മുടെ നൈറ്റ് വെയേഴ്സ് എങ്ങനെയാണ്, ഞാൻ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യമേ നൈറ്റ് വെയർ, ഇത് ഞാൻ കൊറിയൻ സ്റ്റൈൽ ഓഫ് നൈറ്റ് വെയർ അങ്ങനെയൊക്കെ പറയാം. കാര്യം ഇത് നമ്മുടെ മുട്ടിൻ്റെ മുകളിൽ വരെ ഉള്ളൂ. അപ്പം നമുക്ക് കംഫർട്ടബിളാണ്, ഡെയിലി വെയർ യൂസിന് കംഫർട്ടബിളാണ്. അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ പെയർ ഓഫ് നമ്മൾ വീട്ടിൽ എന്താ പറയുക, ചിലവർക്കത് അൺകംഫർട്ടബിൾ ആയിരിക്കും ഷോർട്ട്സ് മാത്രം യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഹാഫായിട്ട് വരുന്ന പാൻസ് ഉണ്ട്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ബി ഓരോരുത്തരുടെ കംഫർട്ടബിൾ വെച്ചിട്ട് വെയർ ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടെ പാൻസാണ് യൂസ് ചെയ്യുന്നത്. കാര്യം ഞാൻ കാല് പൊക്കി വെക്കുന്നതൊക്കെ ഉള്ളൊരു ശീലമുള്ള കുട്ടിയാണ്. അപ്പം അത് എനിക്ക് ഷോർട്ട്സ് ഇറ്റ്സ് അൺകംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ ഷോർട്ട്സ് യൂസ് ചെയ്യത്തില്ലെന്നല്ല, ഞാൻ ഷോർട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഷോർട്ട് ടോപ്പിൻ്റെ ഒക്കെ കൂടെ ആയിരിക്കും ഞാൻ ഷോർട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാര്യം ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫുള്ളി എന്താ പറയുക, നമ്മൾക്ക് ഓപ്പൺ ആയിട്ടല്ലേ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ദെൻ ഞാൻ ഇത് രണ്ടും കോംബോ ആയിട്ടാണ് മേടിച്ചത്. ആ ബ്ലാക്കും ഈ ഗ്രേയും എനിക്ക് ഈക്വൽ, അതായത് കോംബോ ആയിട്ട് ഐ തിങ്ക് ഒരു 400 അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ 442 ഓർ റേഞ്ച് അങ്ങനെ എന്തുകൊണ്ടാണ്. ഞാനത് ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിലിട്ടേക്കാം. എൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ബയോയിലിട്ടേക്കാം. ഇത് ഞാൻ കോംബോ ആയിട്ട് മേടിച്ചതാണ്. ആൻഡ് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഈ കാണിക്കുന്ന പിങ്ക് കേട്ടോ, എനിക്ക് ഭയങ്കര 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 ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് വെയർ ആണ്. ഇതൊരു പിൻട്രസ്റ്റി വൈബെന്ന് വേണമെങ്കിൽ പറയാം. നൈസ് സാധനമാണ്. കാര്യം അത് ഞാൻ വെക്കുമ്പോൾ എൻ്റെ മുഖത്ത് തിളക്കം നിങ്ങൾ കണ്ടോ. നൈസ് സാധനം. എനിക്ക് ഏറ്റവും, ഞാൻ ഇപ്പം പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ഞാൻ കൂടുതലും എനിക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ ആണല്ലോ. അപ്പോൾ കാണുമ്പോഴുള്ളൊരു എന്താ പറയുക, ഇമ്പം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു എന്താ പറയുക, ഇതിനെന്തോ പറയുമല്ലോ, പൈജാമാസ്. നമ്മുടെ ഇവിടെ ഇങ്ങോട്ടൊന്നും പൈജാമാസ് ഒന്നും പറയില്ല. ജസ്റ്റ് ഒരു ഷർട്ടും പാൻറ്റും അങ്ങനെ പറയത്തുള്ളൂ. വീട്ടിൽ ഇടുന്ന ഷർട്ടും പാൻറ്റും എന്നേ പറയുള്ളൂ. പിന്നെ പൈജാമാസ് എന്ന് വേണമെങ്കിൽ നമുക്കൊന്നും അല്ലാതെ വിളിക്കാം. അപ്പം ഈ 2 പൈജാമാസ് ഞാൻ കോമ്പോസിറ്റായിട്ട് മേടിച്ചതാണ്. അടിപൊളി സാധനങ്ങളാണ്, ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ ഞാൻ മേടിച്ചിട്ടുണ്ട്, അതും ഷർട്ടും വരുന്നത്. ഇതിൻ്റെയൊക്കെ പാൻറ്റ് ലോങ് ആയിരിക്കും. കാര്യം ഹൈറ്റുള്ളവർ അത്യാവശ്യം ഹൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതിനെന്തായാലും ഞാൻ ഇപ്പോൾ 162 സെൻറ്റിമീറ്റർ ഓഫ് ഹൈറ്റാണ് എനിക്ക് വരുന്നത്. അപ്പം അതിന് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അടിച്ചാൽ മതി. അപ്പം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിക്കോളും. പിന്നെ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്ലസ് സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നിങ്ങൾ വീട്ടിലിടാനല്ലേ. ഞാൻ ഇതെടുത്തത് ലാർജ് സൈസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയായിരുന്നു അയ്യോ എക്സൽ സൈസ്, സത്യത്തിൽ ഞാൻ മീഡിയം ആണ് യൂസ് ചെയ്യുന്നത്, എങ്കിലും ഞാൻ ലാർജ് എടുത്തു. പക്ഷേ നമുക്ക് ഈ പിയർ ഷേപ്പുള്ള ബോഡീസിനൊക്കെ നമുക്ക് മോൾ ഭാഗം കറക്റ്റായിരിക്കും, ഭയങ്കര സൂപ്പറായിരിക്കും. പക്ഷേ താഴോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിരിക്കും ഗൈസ്. അങ്ങനെ എനിക്ക് കുറച്ച് ഒരിത്തിരി ടൈറ്റ് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനത്തെ ഷേപ്പുള്ള ബോഡി ഷേപ്പുള്ളവരാണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈസ് പ്രഡിക്റ്റ് ചെയ്ത് ഓർഡർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇടാം. ഓക്കെ, ടാറ്റാ, ലവ് യു, ബൈ ഉമ്മ, ബൈ ബൈ ഗൈസ്.